ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ജോയ്സിയുടെ ആകാശത്താഴ്വാര എന്ന നോവലിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്ക്. നിർമ്മല വാതിലിനോട് ചേർന്ന് ചുമരും ചാരി നിന്നു. ഇരിക്കാൻ CM തരകൻ നിർബന്ധിച്ചിട്ടും അവിടെ ഇരുന്നില്ല. കുര്യാക്കോസ് അച്ഛനും CM തരകനും സോഫയിൽ അടുത്തടുത്തായിട്ടിരുന്നു. നിർമ്മലയ്ക്ക് ഇവിടെ സുഖമാണോ? CM തരകൻ ചോദിച്ചു. സുഖമാണ് അങ്കിൾ, വെള്ളിമലയേക്കാൾ സുഖം മാത്രമല്ല, സമാധാനവും. ഉപജീവനത്തിന് ഒരു ചെറിയ തൊഴിൽ കൂടി കിട്ടിയാൽ ധാരാളം മതി. നിർമ്മലയ്ക്ക് സുഖമാണ് മുഖ്യമെങ്കിൽ ഞാൻ എല്ലാ മാസവും 5000 രൂപ വെച്ചും തരാം. ഒരു പണിയും ചെയ്യണ്ട, തിന്നുക, വെറുതെ കിടന്നുറങ്ങുക, യാതൊരു അലലുമില്ല. CM തരകൻ തന്നെ പരിഹസിക്കുകയാണെന്ന് നിർമ്മലയ്ക്ക് മനസ്സിലായി. അങ്ങനെ വെറുതെ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തെങ്കിലും ഒരു ജോലി കൂടിയേ തീരൂ. അതിന് വഴിയുണ്ടാക്കാം. കായികാധ്വാനമാണ് വേണ്ടതെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കിണറ്റിൽ തന്നെ ഒഴിച്ചോളൂ. ഇനി ഓഫീസ് ജോലിയാണ് ഇഷ്ടമെങ്കിൽ ഒരു ടൈപ്പ് റൈറ്റർ എടുത്തു വെച്ച് അന്നന്ന് വരുന്ന പത്രത്തിലെ വാർത്തകൾ മുഴുവൻ ചുമ്മാ ടൈപ്പ് ചെയ്തോളൂ. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ശമ്പളം ഞാൻ കൃത്യമായിട്ട് തരും. അങ്കിൾ എന്നെ കളിയാക്കുകയാണെന്ന് എനിക്കറിയാം. ശമ്പളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ മനുഷ്യൻ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകാൻ വേണ്ടിയല്ലേ. പക്ഷെ നിർമ്മലയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. ഒരു നല്ല ജോലി വിശ്വസിച്ചേൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അല്പമെങ്കിലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം തോട്ടം ഇട്ടെറിഞ്ഞ് പോരുകയില്ലായിരുന്നല്ലോ. ഡ്രൈവർ ജോർജ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ടും മിനിഞ്ഞാന്ന് ഫാദർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചുള്ളൂ. അച്ഛന് വെള്ളിയാഴ്ച യാത്ര പോയത് CM അങ്കിളിൻ്റെ അടുത്തേക്കായിരുന്നുവെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. താൻ ചത്ത് മീൻ പിടിക്കരുത് എന്നൊരു ചെല്ലില്ലെങ്കിൽ കൊലയാളികളുടെ നടുവിലായിരുന്നു ഞാൻ. ആയുസിൻ്റെ ബലം കൊണ്ടാണ് ഓരോ തവണയും കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അതുപോലൊരു എസ്റ്റേറ്റ് കയ്യിലുണ്ടായിരുന്നിട്ടും എതിരാളികളെ നിലയ്ക്ക് നിർത്തി സ്വന്തം സ്വത്ത് കാത്തു പരിപാലിക്കാൻ കഴിവില്ലാത്തവർ ജീവിച്ചിരിക്കുന്നവരൊരർത്ഥമില്ല. നീ മരിക്കണമായിരുന്നു. അല്ലാതെ ഇത്രയും കാലം നിന്നെയും നിൻ്റെ അമ്മയെയും സഹായിച്ച ഈ പാവപ്പെട്ട വൃദ്ധ പുരോഹിതനെയും കോൺവെൻറ്റിലെ കന്യാസ്ത്രീകളെയും ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടിയിരുന്നത്. ക്ഷോഭം കൊണ്ട് CM തരകൻ്റെ മുഖം ചുവന്നു വിറച്ചു. ആ സ്വത്തിന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ നമുക്കൊന്നും മനസാക്ഷിയില്ലേ? നിർമ്മലയ്ക്ക് കരച്ചിൽ വന്നു, ഒപ്പം ചുണ്ടിയും. CM തരകന് തന്നെ വഴക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. നിനക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അർഹത? മിസ്സിസ് എലിസബത്തിനും നെൽസണും. അവരല്ലേ യഥാർത്ഥ അവകാശികൾ. ആര് പറഞ്ഞു അവരാണെന്ന്? എനിക്ക് മനസ്സിലായി. നിനക്കൊരു അവകാശമില്ലേ? ആരംഗീകരിക്കുന്നു? നിനക്ക് സ്വയം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഐസക് ജോണിൻ്റെ മകളാണെന്ന് നിനക്ക് സ്വയം വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ നിൻ്റെതാണ് തോട്ടം. നീയാണ് യഥാർത്ഥ അവകാശി. അതുകൊണ്ടാണ് ഐസക് ജോൺ അത് നിൻ്റെ പേരിൽ എഴുതി വെച്ചത്. ഇതെനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ അംഗീകരിക്കണം. നിനക്ക് വേണ്ടിയിട്ട് ഐസക് ജോൺ ക്രൂരമായിട്ട് കൊലപ്പെടുകയായിരുന്നു എന്ന സത്യം നിനക്കറിയാമോ? നീ അറിയാത്തത് പലതും ഉണ്ട്. നിർമ്മലയ്ക്ക് വല്ലാതായി. എനിക്ക് വേണ്ടി കൊല്ലപ്പെടുകയോ? അതെ. ഈ തോട്ടം എലിസബത്തിൻ്റെയും നെൽസൻ്റെയും പേരിൽ എഴുതി കൊടുക്കണമെന്ന് എലിസബത്ത് കൂടെ അയാളെ നിർബന്ധിച്ചിരുന്നു. എന്നാൽ അയാളത് നിനക്കേ തരികയുള്ളൂ എന്ന് വാശി പിടിച്ചു. തോട്ടം നഷ്ടപ്പെടുമെന്ന് പറയുന്ന എലിസബത്ത് സ്കൈവാലിയിലെ സ്റ്റീഫൻ മുതലാളിയെ കൂട്ടുപിടിച്ച് ഐസക് ജോണിനെ വധിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലീസിനെയും നേതാക്കളെയും സ്വാധീനിച്ച് ഹൃദയാഘാതം കൊണ്ടുണ്ടായ മരണമാണതെന്ന് വരുത്തി തീർത്തു. പക്ഷേ ഐസക് ജോൺ എസ്റ്റേറ്റ് നിൻ്റെ പേരിൽ എഴുതി വച്ചിരുന്നു. പിന്നീടാണ് അവരറിഞ്ഞത് അവർക്ക് അമളി പറ്റിയെന്ന്. ഐസക് ജോണിൻ്റെ മരണത്തെ സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷിക്കുന്നത് രഹസ്യ പോലീസാണെന്ന് മാത്രം. നിർമ്മല വിശ്വസിക്കാനാവാത്തതുപോലെ CM തരകനെ ഉറ്റുനോക്കി. അങ്ങനെ ഈ എസ്റ്റേറ്റ് നിനക്ക് നൽകാൻ വേണ്ടി നിൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. നീയാണെങ്കിൽ ഇതിട്ടെറിഞ്ഞ് പോരുകയും ചെയ്തു. ഐസക് ജോൺ ആർക്കു വേണ്ടി മരിച്ചു? നിനക്ക് വേണ്ടിയാണെങ്കിൽ ആ എസ്റ്റേറ്റ് നീ എടുത്തേ തീരൂ. നിൻ്റെ അവകാശം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട നിൻ്റെ പിതാവിൻ്റെ രക്തത്തിന് ഒരു വിലയുമില്ലെങ്കിൽ ആ എസ്റ്റേറ്റ് കൊലയാളികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ വല്ല തൂപ്പുപണിയും ചെയ്ത് ജീവിക്കുക. നിർമ്മല കുറേ നിമിഷം മൂകയായിട്ട് നിന്നു. എന്നാലും ഐസക് ജോണിൻ്റെ മകൻ എന്ന നിലയിൽ നെൽസൺ അവകാശമില്ലേ? ഇല്ല, അവൻ ഐസക് ജോണിൻ്റെ മകനേ അല്ല. ഐസക് ജോൺ വിവാഹം കഴിക്കുമ്പോൾ എലിസബത്ത് ഗർഭിണിയായിരുന്നു. പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അവളുടെ കാമുകം കൊടുത്ത സമ്മാനം.
താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് കുറച്ചു കഴിഞ്ഞാണ് ഐസക് ജോണിന് മനസ്സിലായത്. ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നില്ല അവരുടേത്. ഒരു കൂട്ടിനുള്ളിൽ കഴിയുന്ന പരസ്പരം വെറുക്കുന്ന രണ്ട് വിഷപ്പാമ്പുകളെപ്പോലെ. വീട്ടിനുള്ളിൽ അവർ അന്യരായിരുന്നു. പുറമേ മാത്രമേ ഭാര്യയും ഭർത്താവും. ആ വിഷസർപ്പത്തിന് വേണ്ടി നിൻ്റെ അമ്മയോട് ചെയ്ത കൊടും ചതിയോർത്ത് വിഷമിച്ച് അയാൾ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു. നിൻ്റെ അമ്മയാണ് അയാൾ ഭാര്യയായിട്ട് കരുതിയത്, നിൻ്റെ മകളായും. നിന്നെ എന്നും അയാളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ നിൻ്റെ അമ്മയെ ഭാര്യയായും നിൻ്റെ മകളായി അംഗീകരിക്കാനും സ്വീകരിക്കാനും അയാൾക്ക് സാധ്യമല്ലായിരുന്നു. നീ ഒന്നും മനസ്സിലാക്കുക. ദുഷിച്ച ജീവിതമോ സ്വഭാവമോ ആയിരുന്നില്ല ഐസക് ജോണിൻ്റേത്. അതേസമയം എലിസബത്തിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ടാക്കി. സ്കൈ വാലി തോട്ടമുടമ സ്റ്റീഫൻ മുതലാളിയായിരുന്നു അവരുടെ പ്രധാന ഇര. പിന്നെ വേറെ പലരും. അവൾ തോന്നിയതുപോലെയൊക്കെ ജീവിച്ചു. ഐസക് ജോൺ അതൊന്നും ശ്രദ്ധിച്ചില്ല. മനസ്സിൽ നിന്നും ഭാര്യയെയും അവൾ പ്രസവിച്ച ജാരസന്തതിയെയും അയാൾ തള്ളിക്കളഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് CM തരകൻ പറഞ്ഞു നിർത്തി. നിർമ്മല അന്തം വിട്ടു നിന്നു. എല്ലാം അവൾക്ക് അവിശ്വസനീയമായി തോന്നി. കുറേ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ CM തരകൻ തന്നെ മൗനത്തിന് വിരാമമിട്ടു. ഇനി നീ തീരുമാനിക്കുക. നിൻ്റെ അച്ഛൻ്റെ കൊലയാളികൾക്ക് ആ എസ്റ്റേറ്റ് വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്ന്. നിനക്ക് തരാനുള്ള ശ്രമത്തിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. നിനക്ക് വേണ്ടെങ്കിൽ ഒരു ബീരുവിനെ പോലെ വല്ല തൂപ്പുജോലിയും ചെയ്ത് ഇവിടെ കഴിയാം. മറിച്ച് അയാളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, കൂറുണ്ടെങ്കിൽ, ഘാതകരോട് പകയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ തോട്ടത്തിലേക്ക് തിരിച്ചു ചെന്ന് അത് ഏറ്റെടുക്കുക. ശത്രുക്കളെ തുരത്തുക. എന്ത് വേണമെന്ന് ആലോചിച്ച് ചെയ്താൽ മതി. വെള്ളിമലയ്ക്ക് മടങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ ഡ്രൈവർ ജോർജിനെ ഞാൻ കാറുമായിട്ട് അയക്കാം. ഇത് പറയുവാനാണ് ഞാനിവിടെ വന്നത്. എനിക്കും തീരെ സമയമില്ലാതിരുന്നിട്ടും. CM തരകൻ സംഭാഷണം മതിയാക്കി എഴുന്നേറ്റു. ഞാൻ വരട്ടെ, ഇന്ന് തന്നെ എനിക്ക് വീട്ടിലെത്തേണ്ട കാര്യമുണ്ട്. അതുവരെ മിണ്ടാതിരിക്കുകയായിരുന്ന കുര്യാക്കോസ് അച്ഛനും എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോള് നല്ലതുപോലെ ഒന്ന് ആലോചിക്കി. എന്നിട്ട് ഏതാണെന്ന് വ്യക്തമായൊരു വഴി എന്ന് വെച്ചാൽ അത് സ്വീകരിക്കുക. അവരെ യാത്ര അയച്ചിട്ട് നിർമ്മല മുറിയിലേക്ക് തിരിച്ചു പോന്നു. അവളാകെ അസ്വസ്ഥയായിരുന്നു. വലിയൊരു ചിന്താക്കുഴപ്പം അവളെ ഗ്രസിച്ചു. എസ്റ്റേറ്റിലേക്ക് മടങ്ങണോ വേണ്ടയോ? ഇനി ഒരിക്കലും അങ്ങോട്ടില്ല എന്ന് തീരുമാനിച്ചു പോന്നതാണ്. പക്ഷെ CM അങ്കിൾ പറഞ്ഞ കഥകൾ തൻ്റെ പിതാവിനെ എലിസബത്തും സ്റ്റീഫനും കൂടി കൊലപ്പെടുത്തിയതാണത്രേ. അതും എസ്റ്റേറ്റ് തനിക്ക് നൽകുമെന്ന് പറഞ്ഞതിന്. നെൽസൺ ജാരസന്തതിയാണെന്ന്. തൻ്റെ പിതാവ് തനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച ആ ധനം അദ്ദേഹത്തിൻ്റെ ഘാതകർക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? അദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ആ തോട്ടം. ക്രൂരന്മാർക്കും ദുഷ്ടന്മാർക്കും യഥേഷ്ടം വിളയാടാൻ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കല്ലേ? താൻ മാത്രമാണ് അതിനവകാശി. ഐസക് ജോണിൻ്റെ ഒരേയൊരു മകൾ. ആ രക്തമാണ് തൻ്റെ ഞരമ്പുകളിൽ ഓടുന്നത്. ഇങ്ങനെയെല്ലാം ആലോചിച്ചുവെങ്കിലും വീണ്ടും കുഴപ്പത്തിൽ ചെന്നുകിടാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അന്നത്തെ രാത്രി ഉറക്കമില്ലാതായി. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ കുര്യാക്കോസ് അച്ഛനെ കാണാൻ ചെന്നു. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അച്ഛൻ്റെ മുഖത്ത് സന്തുഷ്ടി പരന്നു. നല്ല തീരുമാനം. ദൈവം നിന്നോടൊപ്പം ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. അവൾ അഡ്വക്കേറ്റ് CM തരകനുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. ഉച്ചകഴിഞ്ഞ് കാറെത്തി. കാറിലെ ഡ്രൈവർ ജോർജ് മാത്രമല്ല, CM തരകനും ഉണ്ടായിരുന്നു. ഞാനും പോന്നു. രാവിലെ സന്തോഷവർത്തമാനല്ലേ കേട്ടത്. അപ്പോൾ പോരാതിരിക്കുന്നത് എങ്ങനെയാ? എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് തിരിച്ചു. CM തരകൻ ആവശ്യത്തിലധികം സന്തുഷ്ടനായി കാണപ്പെട്ടു. അധികം വൈകാതെ തന്നെ നിർമ്മല മടക്കയാത്രയ്ക്കൊരുങ്ങി. കോൺവെൻറ്റിൽ ചെന്ന് മദറിനോടും കന്യാസ്ത്രീകളായ സ്നേഹിതന്മാരോടും ഒടുവിൽ അച്ഛനോടും യാത്ര പറഞ്ഞ് CM തരകനൊപ്പം കാറിൽ കയറി വെള്ളിമലയിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ CM തരകൻ പറഞ്ഞു, ശത്രുക്കൾക്കിടയിൽ ഒരിക്കലും ഭയം പ്രകടിപ്പിക്കരുത്. അത് അവരുടെ ശക്തി വർദ്ധിപ്പിക്കും. നമ്മൾ നിർഭയരാണെന്ന് ഭാവിക്കണം. എത്ര വലിയ പ്രതിസന്ധിയുണ്ടായാലും നേരിടാൻ ചങ്കൂറ്റമുണ്ടെന്ന് അവർക്ക് തോന്നണം. ഞാനൊരു പെണ്ണല്ലേ എങ്കിലേ, അതും തനിച്ച് ശത്രുവലയത്തിൻ്റെ നടുവിൽ. ശരി തന്നെ, പക്ഷെ നിനക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട ആയുധം, സ്വത്തും അധികാരവും. അത് ധാരാളം മതിയല്ലോ. നിന്റെ ശത്രുക്കളെ നിലയ്ക്ക് നിർത്താൻ ശത്രുവിനോട് ദയാദാക്ഷിണ്യം പാടില്ല. അവൻ്റെ ശക്തി നിശേഷം നശിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കരുത്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, തീരെ അയവില്ലാത്തവളെയും ആരെയും ഭയമില്ലാത്തവളെയുമാണെന്ന് കണ്ടാൽ എതിരാളികൾ താനെ പിൻവലിയും.
നിർമ്മല മൂളിക്കൊണ്ട് കേട്ടിരുന്നു. നമ്മൾ പതറുന്നുണ്ടെന്ന് കണ്ട നമ്മുടെ ബലഹീനത നോക്കി ശത്രു ആഞ്ഞടിക്കും. അതിനവസരം കൊടുക്കാതെ നോക്കുക. മാനേജർ ത്രിവിക്രമനെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പകരം മാനേജറില്ല. ഞാൻ അറിഞ്ഞു. ജോർജ് എന്നോടെല്ലാം പറഞ്ഞു. അവൻ എൻ്റെ ആളാണ്, അങ്ങേയറ്റം വിശ്വസ്തൻ. നമുക്കൊരു പുതിയ മാനേജറെ നിയമിക്കാം. എസ്റ്റേറ്റ് മാനേജറായി ജോലി ചെയ്യാൻ യോഗ്യതയും മുൻപരിചയമുള്ള ഒരാൾ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്താലോ? അത് ചെയ്യാം. ഇടയ്ക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പരിചയത്തിലും ആരെങ്കിലും ഉണ്ടോ എന്ന്. നല്ല കഴിവുള്ള പലരെയും എനിക്കറിയാം. അങ്ങനെ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നന്ന്. അങ്കിൾ നിയമിക്കുന്ന ആളെ എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അവർ എസ്റ്റേറ്റിലെത്തിയപ്പോൾ നന്നേ ഇരുട്ടി. തോട്ടത്തിൽ കടന്നപ്പോൾ നിർമ്മലയ്ക്ക് കൂടുതൽ അവകാശബോധം തോന്നി. തൻ്റെ പിതാവിൻ്റെ തോട്ടമാണിത്. എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച തോട്ടം. അവളുടെ മനസ്സിന് ദാർഢ്യമേറി കരുത്തിരുട്ടിച്ചതുപോലെ തോന്നി. ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ കീപ്പർ പൗലോയെ കണ്ടില്ല. ഗേറ്റ് തുറന്നു കിടക്കുന്നു. ഡ്രൈവർ ജോർജ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കാറ് നിർത്തി. സിറ്റൗട്ടിൽ കുറേ ചെറുപ്പക്കാരിരുന്ന് ചീട്ട് കളിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നു. നിർമ്മല പരിഭ്രമത്തോടെ CM തരകനെ നോക്കി. ഇറങ്ങിക്കൊള്ളാൻ അയാൾ ആംഗ്യം കട്ടി. നിർമ്മല ഡോറ് തുറന്നു. അപ്പോഴേക്കും മിസ്സിസ് എലിസബത്ത് പൂമുഖവാതിലൂടെ വരുന്നത് കണ്ടു. അവരുടെ പുറകെ സഹോദരന്മാർ, കുറേ ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. സിറ്റൗട്ടിൽ മദ്യപാനവും ചീട്ടുകളിലും മുഴുകിയിരിക്കുന്നവരെ എലിസബത്ത് കണ്ണു കാണിച്ചു. അവരെഴുന്നേറ്റു. ആ സംഘം മുറ്റത്തേക്കിറങ്ങി വന്ന് കാറ് വളഞ്ഞു. നിർമ്മല സ്തംഭിച്ചു നിന്നുപോയി. അധ്യായം 24. നിർമ്മല എസ്റ്റേറ്റ് ഉപേക്ഷിച്ച് പോയതാണെന്ന് ഒരു കിംവദന്തി തോട്ടത്തിലെല്ലാം വ്യാപിച്ചിരുന്നു. ആരോടും പറയാതെയുള്ള അവളുടെ മടങ്ങിപ്പോക്ക് ആ വാർത്ത ശരിവയ്ക്കാനൊതുക്കി. നിർമ്മല പ്രാണനം കൊണ്ട് സ്ഥലം വിട്ടുവെന്നറിഞ്ഞപ്പോൾ എലിസബത്തും കൂട്ടരും വളരെ സന്തോഷിച്ചു. തങ്ങളുടെ ഭീഷണി ഫലിച്ചുവെന്ന് അവർക്ക് ബോധ്യമായി. എലിസബത്ത് ആദ്യം ചെയ്തത് നിർമ്മല താമസിച്ചിരുന്ന ബംഗ്ലാവ് കൈയടക്കുകയാണ്. പൗലോയെ ഒഴികെ മറ്റു ജോലിക്കാരെയെല്ലാം ബംഗ്ലാവിൽ തുടരാൻ അവരനുവദിച്ചു. ഓഫീസ് ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാനുള്ള ശ്രമം തുടങ്ങി. നിർമ്മല മടങ്ങി വന്നാൽ നേരിടാൻ ഒരു ഗുണ്ടാസംഘത്തെയും അവർ ബംഗ്ലാവിൽ കുടിപ്പാർപ്പിച്ചു. നിർമ്മലയുടെ അപ്രതീക്ഷിതമായ മടങ്ങിവരവ് എലിസബത്തിനെ വിളറി പിടിപ്പിച്ചു. കാറിൻ്റെ ഡോറിൽ ചാരി നിൽക്കുകയായിരുന്ന നിർമ്മലയുടെ അടുത്തേക്ക് എലിസബത്ത് നീങ്ങി നിന്നു. ഭീഷണി കൊണ്ട് കാര്യം സാധിക്കുമെന്ന് അവർ കരുതി. വേണ്ടി വന്നാൽ കയ്യൂക്ക് പ്രയോഗിക്കാനും അവർ ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഗുണ്ടകൾ കാറിന് ചുറ്റും നിരന്നു. കാറിനുള്ളിൽ ആരൊക്കെയുണ്ടെന്ന് പരിശോധിച്ചു. നീ വീണ്ടും എന്തിനു വന്നു? എൻ്റെ അവകാശം പിടിച്ചു പറിക്കാനോ? തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്, എലിസബത്ത് ആക്രോശിച്ചു. നിങ്ങൾ ആരാ ചോദിക്കാൻ? ഞാൻ എൻ്റെ തോട്ടത്തിലേക്കാണ് വന്നത്, എൻ്റെ വീട്ടിലേക്ക്. മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തരണം, നിർമ്മല ഒട്ടും കൂസാതെ പറഞ്ഞു. എന്തു വന്നാലും CM അങ്കിൾ കൂടെയുണ്ടല്ലോ എന്ന വിചാരം അവൾക്ക് ധൈര്യമാക്കി. ഞാൻ ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് തരികയാണ്. ജീവൻ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ ഈ മുറ്റത്ത് നിൻ്റെ ശവം വീഴും, എലിസബത്ത് ഭീഷണി മുഴക്കി. ഇതിനിടയിൽ മൈക്കിൾ കാറിനുള്ളിലേക്ക് ഡ്രൈവറോട് തട്ടിക്കയറി. കാറ് തിരിച്ചു കൊണ്ടുപോടാ ഡാഷ് മോനെ, ഇല്ലെങ്കിൽ നിന്നെ ഉൾപ്പെടെ ഞങ്ങൾ ഈ കാറ് ഇവിടെ ഇട്ട് കത്തിക്കും. മറ്റൊരാൾ CM തരകൻ്റെ നേർക്ക് അസഭ്യം പറയാൻ തുടങ്ങി. എടോ കിഴവാ, ജീവൻ വേണമെങ്കിൽ സ്ഥലം വിട്ടോ. ഞാനൊരു കശാപ്പുകാരനാണ്, കഴുത്ത് കണ്ടിക്കാൻ ഒരു മടിയുമില്ല. നിർമ്മല ധൈര്യസമേതം ബംഗ്ലാവിലേക്ക് കയറി ചെല്ലാൻ ഭാവിച്ചു. എലിസബത്ത് വഴി തടഞ്ഞു നിന്നു. മൈക്കിൾ ഓടി വന്ന് നിർമ്മലയെ പിടിച്ച് പിന്നോട്ട് തള്ളി. എല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്ന CM തരകൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പുച്ഛം കിനിയുന്ന പുഞ്ചിരിയോടെ അയാൾ എലിസബത്തിനെയും മൈക്കിളിനെയും അവരുടെ വാടക ഗുണ്ടകളെയും നോക്കി. ഓവർകോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കൈത്തോക്കെടുത്ത് അയാളെ എലിസബത്തിന് നേർക്ക് ചൂണ്ടി. നീ തീറ്റി കൊടുക്കുന്ന ഈ തെണ്ടികളെല്ലാം എത്രയും വേഗം ഈ മുറ്റത്ത് നിന്ന് ഇറങ്ങിത്തരണം. വേഗം പറയും, വേഗം വേണം. എലിസബത്ത് നടുങ്ങി നിന്നു. മൈക്കിളെ, അവളെ തുടരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ നീ ചോരയിൽ കിടന്ന് പിടയ്ക്കും. നിർമ്മലയുടെ അരികിൽ നിന്നും മൈക്കിൾ തെന്നിമാറി. ഗുണ്ടകളെല്ലാം സ്തബ്ധരായി നിന്നു. സമയം തീരെയില്ല, വേഗം. ഡ്രൈവർ ജോർജ് കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് മൈക്കിളിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി. പറഞ്ഞത് കേട്ടില്ലടാ റാസ്കൽ, ജീവൻ വേണമെങ്കിൽ സ്ഥലം വിടാൻ. മൈക്കിൾ മുറ്റത്ത് മുഖമടച്ചു വീണു. ജോർജ് എലിസബത്തിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ഗേറ്റിന് വെളിയിലേക്ക് തള്ളി. പിന്നെ അയാൾ
പൂച്ചെടികൾക്ക് വെള്ളമടിക്കുന്ന ഹോസ് പൈപ്പ് മുറ്റത്തു നിന്നെടുത്ത് ഗുണ്ടകളുടെ നേർക്ക് ചുഴറ്റി. പോകനടാ എല്ലാവരും, പോകാൻ! എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്ന ഗുണ്ടകൾ അയാൾ ആ പൈപ്പ് കൊണ്ട് കന്നാലിക്കൂട്ടത്തെ എന്ന പോലെ അടിച്ചു തെളിച്ച് പുറത്താക്കി. പുറകെ ചെന്ന് ഗേറ്റും അടിച്ചു. ദൂരദേശത്തു നിന്നും വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പോലീസിൻ്റെ തൊഴി കൊള്ളാതിരിക്കാൻ രാത്രി തന്നെ സ്ഥലം വിട്ടോടാ. ജോർജ് ഗേറ്റിനരികിൽ നിന്നും ഉറക്കെ വിളിച്ചലറി. എലിസബത്തും സംഘവും മൂകരായിട്ട് നടന്നു നീങ്ങി. ഇത്രയുള്ള സംഗതി. CM തരകൻ നിർമ്മലയോട് പറഞ്ഞു. നീ പതറാഞ്ഞത് നന്നായി. ഒരു കാര്യോർത്താൽ മതി. പട്ടാപ്പകൽ തെളിവോടെ നിന്നെ കൊല്ലാൻ അവർക്ക് ധൈര്യം പോരാ. തെളിവില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലേ അവരത് ചെയ്യൂ. അങ്കിൾ കൂടെയുണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ധൈര്യം ഭാവിച്ചത്. പക്ഷേ അവരെ കൊല്ലാൻ ധൈര്യമില്ലാണ്ടല്ല പോയത്. അങ്കിളിൻ്റെ തോക്ക് കണ്ട് ഭയന്നിട്ടില്ലേ? ആയിരിക്കാം. പക്ഷെ ഞാനവരെ വെടിവെച്ച് കൊല്ലുമെന്ന് അവർക്കും വിശ്വാസം കാണുകയില്ല. CM തരകൻ ബംഗ്ലാവിലേക്ക് കടന്നു. പുറകെ നിർമ്മലയും. എലിസബത്തും സംഘവും അവിടെ എത്തിച്ച സാധനങ്ങളെല്ലാം മാറ്റി ബംഗ്ലാവ് വൃത്തിയാക്കാൻ നിർമ്മല ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. CM പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. രാത്രിയിൽ പോലീസ് എത്തി. നിർമ്മലയുടെ പരാതി അനുസരിച്ച് പോലീസ് നേരെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി. കൂടെ CM തരകനും പോയി. എലിസബത്തും അവരുടെ ജോലിക്കാരുമല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ എലിസബത്ത് വിശദീകരിച്ചു. നിർമ്മലയോടെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഈ തോട്ടം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന്, വിട്ടുതരണമെന്ന്. നിർമ്മല പിറ്റേന്ന് സ്ഥലം വിട്ടുപോയി. അവളുടെ തോട്ടം ഒഴിഞ്ഞു പോയതാണെന്ന് കരുതി ഞാനും ബന്ധുക്കളും ആ ബംഗ്ലാവിൽ ചെന്ന് താമസമാക്കി. ഇന്ന് നിർമ്മല തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ അല്പം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. ചെറിയൊരു വാക്കേറ്റമുണ്ടായി. വാസ്തവത്തിൽ ഈ മനുഷ്യനാണ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത്. CM തരകൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ തുറന്നു. ഇയാൾ തോക്കെടുത്ത് എന്നെ വെടിവെക്കാൻ ഒരുങ്ങി. എൻ്റെ സഹോദരന്മാരുടെ നേർക്ക് നിറയൊഴിക്കുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ഉന്നം പിഴച്ചു. ഞങ്ങൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതാണോ സാർ ഞങ്ങൾ ചെയ്ത കുറ്റം? കുറ്റം അതല്ല. മിസ് നിർമ്മലയുടെ ബംഗ്ലാവിൽ നിങ്ങൾ അതിക്രമിച്ച് കടക്കുകയും വീടിന് സാധന സാമഗ്രികൾക്കും കേടുവരുത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. വീട്ടിൽ അതിക്രമിച്ച് കടന്നു എന്നത് ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങൾ കേസ് ചാർജ് ചെയ്യും. ആയിക്കോളൂ. ഇനി ഇത്തരം നടപടികളുണ്ടായ മോശമായ പ്രതികരണമായിരിക്കും ഞങ്ങളുടേത്. ഇൻസ്പെക്ടർ താക്കീത് നൽകി. മനസ്സിലായി സാർ. എവിടെ നിങ്ങളുടെ ബന്ധുക്കൾ? അവരെല്ലാം തിരിച്ചുപോയി. എപ്പോൾ? 2 മണിക്കൂറായി കാണും. ഇൻസ്പെക്ടർ ഒന്ന് ഇരുത്തി മൂളി. പിന്നെ മടങ്ങിപ്പോയി. CM തരകൻ ബംഗ്ലാവിലേക്ക് ചെന്നു. എന്തായി അങ്കിൾ? ഗുണ്ടകളെ എല്ലാവരും പറഞ്ഞയച്ചു കഴിഞ്ഞു. അവൾ മാത്രമേ ഉള്ളൂ അവിടെ. പോലീസൊന്ന് താക്കീത് ചെയ്തു, അത്ര തന്നെ. കേസെടുക്കില്ലേ? പോലീസിനെ അവൾക്ക് നല്ല പിടിപാടാണേ. ശരീരം കാഴ്ചവെച്ച് ഓഫീസർമാരെ പ്രീണിപ്പിക്കാനും അവൾക്ക് മടിയില്ല. ഇനി ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായാലോ അങ്കിള്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേടിക്കാതിരിക്കുക. എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം, ഇച്ഛാശക്തി, അത്രയും മതി. പ്രതിബന്ധങ്ങൾ താനെ വഴിമാറിക്കോളും. നിർമ്മല തിരിച്ചെത്തിയെന്നറിഞ്ഞത് അടുത്ത ദിവസം രാവിലെ പൗലോ വന്നു. കൊച്ചമ്മേ, അവരെന്നെ ഭീഷണിപ്പെടുത്തി ഓടിച്ചു. എൻ്റെ പണി എനിക്ക് തിരിച്ചു തരണേ. നിർമ്മല അയാളെ ഗേറ്റ് കീപ്പറായിട്ട് തുടരാൻ അനുവദിച്ചു. രാവിലെ തന്നെ സൂപ്രണ്ടും റൈറ്ററും ടീ മേക്കറും നിർമ്മലയെ കാണാൻ ബംഗ്ലാവിലെത്തിയിരുന്നു. ഫയലുകളും കടലാസുകളും ചെക്കുകളും അങ്ങനെ പലതും മാനേജറുടെയും നിർമ്മലയുടെയും ഒപ്പുകളില്ലാതെ മുടങ്ങിക്കിടക്കുകയാണെന്ന് അവരറിയിച്ചു. ത്രിവിക്രമൻ പിരിച്ചുവിട്ട സ്ഥാനത്തേക്ക് ഇതുവരെ പുതിയൊരു മാനേജറെ നിയമിച്ചിട്ടില്ല. പുതിയ മാനേജറെ ഉടൻ നിയമിക്കും. നിർമ്മല ഉറപ്പു നൽകി. അവർ ഓഫീസിലേക്ക് പോയി. നിർമ്മല, ഞാനും ഇനി മടങ്ങുകയാണ്. എനിക്കവിടെ ധാരാളം പണിയെടുക്കുന്നു. CM തരകൻ പോകാൻ തയ്യാറായി. അങ്കിൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് നല്ല ധൈര്യമായിരുന്നു, നിർമ്മല പറഞ്ഞു. നീ വിഷമിക്കണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ഫോണിൽ ബന്ധപ്പെടാമല്ലോ. ഞാനെന്നും വൈകിട്ട് വിളിക്കും. പുതിയ മാനേജറുടെ കാര്യം അത് ഞാൻ ചെന്നാലുടനെ ഏർപ്പാടാക്കാം. CM തരകൻ മടങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം നിർമ്മലയെ വിളിച്ച് അയാൾ അറിയിച്ചു. മാനേജരാവാൻ യോഗ്യതയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അയാളുടെ യോഗ്യതകൾ നിനക്ക് കൂടി ബോധ്യപ്പെട്ടിട്ട് അവസാനം തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്കിളുടെ സെലക്ഷൻ മോശമാവില്ല എന്നതിന് എനിക്ക് ഉറപ്പാണ്. ഏതായാലും നാളെ ഉച്ചതിരിഞ്ഞ് അയാൾ വരും. ശരി, താമസ സൗകര്യം ഏർപ്പാടാക്കണം. ബംഗ്ലാവിനടുത്ത് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ,
അത് മതി. നിർമ്മലയ്ക്കും സമാധാനമായി. കഴിവുള്ള ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ തൻ്റെ ജോലി എളുപ്പമായി. സീമംഗൾ തനിക്ക് വേണ്ടി ഏറ്റവും മെച്ചപ്പെട്ട ഒരാളെ മാത്രമേ അയക്കൂ എന്നാണ് വിശ്വാസം. നിർമ്മല അപ്പോൾ തന്നെ ജോലിക്കാരെ അയച്ച് ക്വാർട്ടേഴ്സ് വെടിപ്പാക്കിയിടാൻ ഏർപ്പാട് ചെയ്തു. അത്യാവശ്യം വേണ്ടുന്ന സാധന സാമഗ്രികൾ വാങ്ങിയിടാനും. ബംഗ്ലാവിൽ നിന്ന് 100 വാര അകലമേ ഉള്ളൂ ക്വാർട്ടേഴ്സിലേക്ക്. ബംഗ്ലാവിനും ക്വാർട്ടേഴ്സിനും ഇടയിലുള്ള ഭാഗം ചൂളമരങ്ങൾ നിരയത്തു നിൽക്കുന്ന പുൽത്തകടിയാണ്. നിർമ്മല സൂപ്രണ്ടിനും റൈറ്റർക്കും ആളയച്ച് പുതിയ മാനേജർ എത്തുന്ന കാര്യം അറിയിച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ എസ്റ്റേറ്റിൽ വാർത്ത വ്യാപിച്ചു. നമ്മുടെ ന്യായമായ അവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മരിക്കുകയാണ്. അത് ശത്രുവിനെ അടിയറ വെച്ചിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം. ശത്രുവിനോടുള്ള ഭയം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. CM അങ്കിളിൻ്റെ സ്വരം അവിടെ മുഴങ്ങുന്നത് പോലെ തോന്നി. ലൈറ്റുകൾ അണച്ചിട്ട് നിർമ്മല നേരത്തെ ഉറങ്ങാൻ കിടന്നു. വെള്ളിമല താഴ്വാരങ്ങളിൽ ഇരുള് കനത്തു. വെള്ളിമലയാറിനു മീതെ മൂടൽമഞ്ഞ് പതിഞ്ഞു. നിർമ്മല ഗാഠനിദ്രയിലായിരുന്നു. വലിയൊരു ഭാരത്താൽ ശരീരം നെരിയുന്നതറിഞ്ഞു. അവൾ നടുങ്ങിയുണർന്നു. ദേഹി കെട്ടിവരിയപ്പെടുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. കാട്ടുമൃഗത്തിൻ്റെ പോലുള്ള ഒരു മുരൾച്ച മുഖത്തിന് തൊട്ടു മുമ്പിൽ കണ്ടു. ഒരു ഇരുണ്ട രൂപം തൻ്റെ മീതെ അമർന്നിരിക്കുന്നത് ഭിത്തിയുടെ വെള്ളായത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണപ്പെട്ടു. നിർമ്മല ഉച്ചത്തിൽ നിലവിളിക്കാൻ ഒരുമ്പെട്ടു. അധ്യായം 25. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. അവളുടെ വായി മൂടിക്കെട്ടിയിരിക്കുന്നു. നിർമ്മലയുടെ കൈകൾ അക്രമിക്കിടക്കയോട് ചേർത്ത് അമർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അതിനാൽ അവൾക്ക് കൈയെടുത്ത് കുതിരാനോ തള്ളി മാറ്റാനോ കഴിഞ്ഞില്ല. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട. ത്രിവിക്രമൻ്റെ സ്വരം അവൾ തിരിച്ചറിഞ്ഞു. നിർമ്മല ശരീരമിട്ട് ഉലച്ചു പിടിച്ചു. നാളെ നീ പുതിയ മാനേജറെ നിയമിക്കാൻ പോവുകയാണെന്ന് കേട്ടു. എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ. ഞാനത് സഹിക്കുമെന്നും കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നും നീ കരുതിയോ? പുതിയ മാനേജറെ നിയമിക്കാൻ നാളെ നീ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കുകയില്ല. നിർമ്മല ഞരങ്ങുകയും മൂളുകയും ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ വസ്ത്രത്തിൻ്റെ കുടുക്കുകൾ വിടുവിക്കാനായി ത്രിവിക്രമൻ കൈ തെല്ലൊന്നയച്ചു. ആ ഒറ്റ നിമിഷത്തിൽ അവൾ വലതു കൈ കുതിറിച്ചെടുത്തു. ത്രിവിക്രമന് തടയാൻ കഴിയും മുമ്പേ അവൾ തൻ്റെ വായി കെട്ടിയിരുന്ന തുണി വലിച്ചു മാറ്റി. അപ്പോഴേക്കും ത്രിവിക്രമൻ അവളുടെ കൈ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിർമ്മല അലറിക്കരഞ്ഞു. നീ എത്ര കിടന്നാൽ മറിയാലും ഒരുത്തനും അറിയാൻ പോകുന്നില്ലടേ. അറിഞ്ഞാലും അകത്ത് കയറുകയില്ല. വാതിലുകളും ജനലുകളും ഞാൻ അടച്ച് പൂട്ടിക്കഴിഞ്ഞു. അയാളെ പറഞ്ഞു തീർത്തതും ക്ലോക്കിൽ മണി 12 അടിച്ചു തുടങ്ങി. ഒടുവിൽ ഇരുട്ടിൽ അതിൻ്റെ മുഴക്കവും അവസാനിച്ചു. നിർമ്മല അലറിക്കൊണ്ടിരുന്നു. ത്രിവിക്രമൻ കൈയെടുത്ത് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ പുളഞ്ഞ നിർമ്മല വലതു കൈകൊണ്ട് അയാളുടെ മുഖം മാന്തി പൊളിച്ചു. കാലുകൾ മടക്കി അയാളുടെ ഉദരത്തിൽ ചവിട്ടിത്തള്ളി മറിക്കാനും കഴിഞ്ഞു. ത്രിവിക്രമൻ അപ്രതീക്ഷിതമായി ഈ ആക്രമണത്തിൽ കിടക്കയുടെ ഓരത്തേക്ക് മറിഞ്ഞു. അതിനിടയിൽ നിർമ്മല ചാടിയണേറ്റ് ബെഡ് ലാമ്പിൻ്റെ സ്വിച്ചിട്ടു. എന്നിട്ട് വാതുക്കലേക്ക് ഓടി. ത്രിവിക്രമൻ കുതിച്ചെത്തി അവളെ വീണ്ടും പിടികൂടി. നിർമ്മല വല്ല വിധേനയും അയാളിൽ നിന്നും തെന്നിമാറി. ത്രിവിക്രമൻ വാതുക്കൽ ചെന്ന് നിലയുറപ്പിച്ചു. അരയിൽ നിന്നും കത്തി വലിച്ചെടുത്ത് അയാൾ പറഞ്ഞു, നിന്നെ കൊന്നിട്ടല്ലാതെ ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്തു പോവുകയില്ല. നിർമ്മല പിന്നോക്കം നീങ്ങി സ്വിച്ച് ബോർഡിനരികിലെത്തി. അവിടെ നിന്നുകൊണ്ട് അവൾ 2-3 വട്ടം ഉച്ചത്തിൽ നിലവിളിച്ചു. ഷെഡിൽ കിടക്കുകയായിരുന്ന ഡ്രൈവർ ജോർജാണ് ആദ്യം വിളി കേട്ടത്. അയാൾക്കെന്തോ ആപശങ്ക തോന്നി. അയാൾ എഴുന്നേറ്റ് ബംഗ്ലാവിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു. നിർമ്മലയുടെ കിടക്കമുറിയിൽ നിന്നും ഒരിക്കൽ കൂടി നിലവിളി മുഴങ്ങി. ജോർജ് മുറ്റത്തു കൂടി ഓടി കിടക്കമുറിക്ക് നേരെ എത്തി. ജനാലകളെല്ലാം അടച്ചിരുന്നതിനാൽ പുറത്തു നിന്നാൽ ഒന്നും കാണാമായിരുന്നില്ല. നിർമ്മലയുടെ നിലവിളി അപകടമാണെന്ന് മനസ്സിലാക്കിയ ത്രിവിക്രമൻ വാതിക്കൽ നിന്നും അവളുടെ നേർക്ക് കുതിച്ചു. നിർമ്മല കിടക്കയ്ക്കരികിലേക്ക് പാഞ്ഞു ചെന്ന് ബെഡ് ലാമ്പിൻ്റെ ബൾബ് ഊരിമാറ്റി. കണ്ണാടി ജനാലയിൽ കൂടി സൺഷെയ്ഡിലെ ലൈറ്റിൽ നിന്നുള്ള നേർത്ത പ്രകാശം ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ സ്വിച്ച് ബോർഡിനടുത്ത് നിന്ന് അതണച്ചു. അതോടെ മുറിയിൽ കൂരിരുട്ടായി. തൊട്ടടുത്ത് നിന്നാൽ പോലും പരസ്പരം കാണാൻ വയ്യ. നിർമ്മല ഭിത്തിക്കരികിലേക്ക് നീങ്ങി നിന്നു. മുറിയിൽ ഇരുട്ട് വ്യാപിച്ചതോടെ ത്രിവിക്രമൻ പരുങ്ങല്ലായി. അയാൾ തപ്പിത്തടഞ്ഞ് വാതിലിനരികിലെത്തി. അവിടെ നിലയുറപ്പിച്ചു. നിർമ്മല വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ വരുമ്പോൾ പിടികൂടാമെന്നായിരുന്നു അയാളുടെ ഉന്നം.
നിർമ്മല പക്ഷേ നിൽക്കുന്നിടത്തു നിന്നും നീങ്ങിയതേയില്ല. ഇടത് കൈയിൽ ബെഡ് ലാമ്പിൻ്റെ ബൾബുണ്ടായിരുന്നു. മേശമേൽ തപ്പിത്തടഞ്ഞ് പേപ്പർ വൈറ്റും കയ്യിലെടുത്തു. നിശബ്ദമായ നിമിഷങ്ങൾ. പെട്ടെന്ന് ജനാലച്ചില്ലുകളിലൊന്ന് തകർന്നുടഞ്ഞ് മുറിയിലേക്ക് വീണു. അത് നിർമ്മലയാണെന്ന് ത്രിവിക്രമൻ വിചാരിച്ചു. ത്രിവിക്രമനാണെന്ന് നിർമ്മലയും. രണ്ടുപേരെയും അമ്പരപ്പിച്ചുകൊണ്ട് കണ്ണാടി ജനൽ പൊട്ടിയ പഴുതിലൂടെ അകത്തേക്ക് ടോർച്ച് പ്രകാശിച്ചു. ഭിത്തിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വൃത്താകൃതിയിലുള്ള വെളിച്ചം വാതിക്കൽ നിന്ന് ത്രിവിക്രമൻ്റെ മേൽ പതിച്ചു. അയാളുടെ കണ്ണഞ്ചി. നിർമ്മല പെട്ടെന്ന് കയ്യിലിരുന്ന ബൾബ് ത്രിവിക്രമൻ്റെ നേർക്കെറിഞ്ഞു. അത് ഭിത്തിയിൽ തട്ടി ഉടഞ്ഞ് ചിതറിപ്പോയി. പേപ്പർ വെയിറ്റ് എറിഞ്ഞതും ടോർച്ചണിഞ്ഞതും ഒപ്പമായിരുന്നു. പെട്ടെന്ന് ത്രിവിക്രമൻ്റെ അമർത്തിയ ഞരക്കം കേട്ടു. പേപ്പർ വൈറ്റ് കൊണ്ടുള്ള ഏറ് കൊണ്ടുവന്ന് നിർമ്മലയ്ക്ക് തോന്നി. വീണ്ടും ടോർച്ച് തെളിച്ചു. കൊച്ചമ്മ, ജോർജിൻ്റെ വിളിയൊച്ച. നിർമ്മല പക്ഷേ ശബ്ദിച്ചില്ല. ജോർജ് ഓടി പൂമുഖത്ത് നിന്നു. അയാൾ വാതിലിൽ ആഞ്ഞടിച്ചു. കുറേ സമയത്തിന് ശേഷം ഒരു പരിചാരകൻ വന്ന് വാതിൽ തുറന്നു. എന്താ വേണ്ടത്? അയാൾ നീരസത്തോടെ ചോദിച്ചു. കൊച്ചമ്മ അപകടത്തിൽ. പറഞ്ഞതും ജോർജ് അകത്തേക്ക് പാഞ്ഞു. പരിചാരകൻ ഹാളിലും പാർലറിലും ഇടനാഴികളിലും ലൈറ്റിട്ടു. ത്രിവിക്രമൻ എന്തു ചെയ്യണമെന്നറിയാതെ പരുങ്ങുകയായിരുന്നു. നിർമ്മല എവിടെയാണെന്ന് കാണാൻ വയ്യ. വാതിക്കൽ നിന്ന് മാറിയാൽ അവൾ വാതിൽ തുറന്ന് രക്ഷപ്പെട്ടേക്കൊന്നും തോന്നി. പേപ്പർ വെയിറ്റ് കൊണ്ടുള്ള ഏറേറ്റ് അയാളുടെ നെറ്റി പൊട്ടി ചോരയൊലിച്ചുകൊണ്ടിരുന്നു. പുറത്തെന്തൊക്കെയോ ബഹളം കെട്ടു. ഡ്രൈവർ ജോർജാണ് ജനാലച്ചില്ല് പൊട്ടിച്ചത്, ഉള്ളിലേക്ക് ടോർച്ചടിച്ചതെന്നും അയാൾക്ക് മനസ്സിലായി. ജോർജ് ആളുകളെ കൂട്ടുന്നതിന് മുമ്പ് വാതിൽ തുറന്ന് രക്ഷപ്പെടുകയാണെന്ന് തോന്നി. ഇവൾ ആദ്യമേ തന്നെ കൊന്നിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് അയാൾ വിചാരിച്ചു. ഇങ്ങനെ സ്വയം ശപിക്കുന്നതിനിടയിൽ അയാൾ വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി. മുറി വെളിയിൽ നിന്നും തഴുതിട്ടടച്ചു. ഇടനാഴിയിലൂടെ പുറത്തേക്കൊടുമ്പോൾ ജോർജ് എതിരെ വരുന്നത് കണ്ടു. തിരിഞ്ഞോടാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. ജോർജിനെ കുത്താൻ വേണ്ടി അയാൾ കത്തിയോങ്ങി. ഓടി വന്ന ജോർജ് അതേ ആയത്തിൽ തന്നെ ത്രിവിക്രമനെ ചവിട്ടിമറിച്ചു. കൈപ്പത്തി ചവിട്ടി അരച്ച് കത്തി കയ്യിൽ നിന്നും വേർപെടുത്തി തൊഴിച്ചു മാറ്റി. പിന്നെ ത്രിവിക്രമനെ അനങ്ങാൻ പറ്റാതാകുവോളം അവിടെ ഇട്ട് ചവിട്ടിച്ചതച്ചു. ഓടിയെത്തിയ പരിചാരകർക്ക് അയാളെ വിട്ടുകൊടുത്തതിന് ശേഷം അയാൾ നിർമ്മലയുടെ മുറിയിലേക്ക് ഓടി. വാതിലിൻ്റെ തഴുത്തെടുത്ത് അകത്തേക്ക് കിടന്നു. കൊച്ചമ്മേ, നിർമ്മല പെട്ടെന്ന് ലൈറ്റിട്ടു. ജോർജ് അടുത്തേക്ക് ഓടി വന്നു. ഷോക്കേറ്റതുപോലെയുള്ള നിർമ്മലയുടെ മുഖം അയാളെ അമ്പരപ്പിച്ചു. കൊച്ചമ്മയ്ക്ക് വല്ലതും പറ്റിയോ? ഇല്ല. അയാൾ ഉപദ്രവിച്ചോ? ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ നിലവിളിച്ചത്. അയാൾ നിർമ്മലയും കൂട്ടി ഇടനാഴിയിലെത്തി. പരിചാരകൻ ത്രിവിക്രമൻ്റെ കൈകാലുകൾ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു. നിർമ്മല ഉടൻ തന്നെ ഫോണിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. ഉടൻ എസ്റ്റേറ്റിലേക്ക് വരാൻ സ്റ്റേഷനിൽ ആളില്ലെന്നായിരുന്നു മറുപടി. രാവിലെയാണ് പോലീസ് എത്തിയത്. നിർമ്മല നൽകിയ പരാതി അനുസരിച്ച് ത്രിവിക്രമനെ അവർ അറസ്റ്റ് ചെയ്തു. നിർമ്മല രാവിലെ CM തരകനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. അയാൾ എത്തുമ്പോഴേക്കും ത്രിവിക്രമനെ സ്റ്റേഷനിലേക്ക് നീക്കിയിരുന്നു. CM തരകൻ ഉടൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു. 11 മണിയായപ്പോൾ അയാൾ തിരിച്ചെത്തി. പോലീസ് ത്രിവിക്രമനെ ചോദ്യം ചെയ്തു. CM തരകൻ നിർമ്മലയെ അറിയിച്ചു. ആരും കാണാതെ സന്ധ്യയ്ക്ക് എങ്ങനെയോ പതുങ്ങി അയാൾ ബംഗ്ലാവിൽ കിടങ്ങും. നിൻ്റെ കിടക്കറയിലെ ഷെൽഫിന് പിറകിൽ അയാൾ മറഞ്ഞിരിക്കുകയായിരുന്നത്രേ. നീ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് വാതിലും ജനലുകളൊക്കെ അകത്തു നിന്നും തഴുതിട്ടു. നിന്നെ റേപ്പ് ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു അത്ര ഉദ്ദേശം. എന്തായാലും അതൊന്നും സംഭവിച്ചില്ലല്ലോ. ഭാഗ്യം. ഒരു ശത്രു അഴിക്കൂട്ടിലായി. നിൻ്റെ എല്ലാ ശത്രുക്കൾക്കും ഒടുവിൽ ജയിലിലായിരിക്കും അഭയം, അല്ലെങ്കിൽ മരണം. നിർമ്മലയിലെ രാവിലെ കണ്ട ഭീതിയും ചാഞ്ചല്യവുമെല്ലാം നീങ്ങിയിരിക്കുന്നു. അവൾ അഭിനന്ദനാർഹമായ മനസാന്നിധ്യത്തോടെ ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. ഒരു കണക്കിൽ ജോർജാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അയാൾ തക്ക സമയത്ത് വന്നില്ലെങ്കിൽ എന്തും സംഭവിക്കുകയായിരുന്നു. അയാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവൻ വിശ്വസ്തനാണ് നിർമ്മലെ. ജീവൻ വെടിഞ്ഞും അവൻ തൻ്റെ ആളുകളെ രക്ഷിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. തരകനും നിർമ്മലയും ജോർജിനെ പ്രത്യേകം വിളിച്ച് പ്രശംസിക്കുകയുണ്ടായി. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഒട്ടും ഭയം കൂടാതെ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, അയാൾ എളിമയോട് കൂടിയിട്ട് അറിയിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് CM തരകൻ തിരിച്ചുപോയി. പുതിയ മാനേജർ ഉച്ചതിരിഞ്ഞ് എത്തുമെന്ന് ഒരിക്കൽ കൂടി പറയാൻ അയാൾ മറന്നില്ല.
പുതിയ മാനേജർ വന്നതിന് ശേഷം പോയാൽ മതിയെന്ന് നിർമ്മല അയാളെ നിർബന്ധിച്ചത് നിഷ്ഫലമായി. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് ഏർപ്പാട് ചെയ്ത ആളല്ലേ, ഇനി ഞാൻ കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല, പോകും മുമ്പ് അയാൾ പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പുതിയ മാനേജർ എത്തി. ആദ്യം ഓഫീസിലെത്തിയ അയാൾ നിർമ്മലയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. നിർമ്മല ബംഗ്ലാവിലായിരുന്നു. സൂപ്രണ്ട് നിർമ്മലയ്ക്ക് ഫോൺ ചെയ്തു വിവരമറിയിച്ചു. അയാളെ ബംഗ്ലാവിലേക്ക് അയക്കാൻ പറഞ്ഞ ശേഷം നിർമ്മല പൂമുഖത്ത് കാത്തുനിന്നു. കയറ്റം കയറി ബൈക്ക് വരുന്നത് അല്പസമയത്തിനകം കാണായി. ബൈക്ക് പോർച്ചിനടുത്ത് നിന്നു. അയാളെ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കി നിർമ്മല സിറ്റൗട്ടിലിരുന്നു. അജാനബാഹുവായ ഒരു യുവാവ്, 30 വയസ്സോളം പ്രായം തോന്നിക്കും. ചുവപ്പ് രാശി വീണ വെളുത്ത നിറം. ഓവർകോട്ടിൻ്റെ സിബ് താഴേക്ക് അയച്ചുകൊണ്ട് അയാൾ സിറ്റൗട്ടിലേക്ക് വന്നു. താങ്കളാണോ മിസ് നിർമ്മല? ആജ്ഞാശക്തി സ്ഫുരിക്കുന്ന ഗംഭീരസ്വരം. നിർമ്മലയ്ക്ക് എഴുന്നേൽക്കണമെന്ന് തോന്നിപ്പോയി. അതെ, എൻ്റെ പേര് ഷെല്ലി മാത്യു. അഡ്വക്കേറ്റ് CM തരകൻ അയച്ചതാണ്. ഞാൻ ഊഹിച്ചു. വരൂ, അകത്തേക്കിരിക്കാമല്ലോ. നിർമ്മല അയാളെ സ്വീകരണ തലത്തിലേക്ക് കൊണ്ടുപോയി. ചായ കൊണ്ടുവരാൻ പരിചാരകരോട് പറഞ്ഞിട്ട് നിർമ്മല അയാളെ സോഫയിലിരിക്കാൻ ക്ഷണിച്ചു. അയാൾക്ക് അഭിമുഖമായിട്ട് അവൾ കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. എന്നിട്ട് അയാളെ ആകെയൊന്ന് വീക്ഷിച്ചു. നല്ല കുലീനത്തുള്ള യുവാവ്. നോട്ടത്തിലോ ഭാവത്തിലോ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. കറുത്തു തടിച്ച പുരുകങ്ങൾക്കു താഴെ തീക്ഷ്ണമായ കണ്ണുകൾ. എവിടെയാണ് നാട്? അയാൾ അവൾക്ക് അജ്ഞാതമായ ഒരു സ്ഥലപ്പേര് പറഞ്ഞു. മിസ്റ്റർ ഷെല്ലി മാത്യുവിന് ആരൊക്കെയുണ്ട് കുടുംബങ്ങളായിട്ട്? പപ്പ, മമ്മി, ഒരു ജ്യേഷ്ഠൻ, അനുജത്തി. വിവാഹിതനല്ലേ? അല്ല. ഇവിടെ ക്വാർട്ടേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ കുടുംബമായിട്ട് താമസിക്കാം. വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരൂ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇഷ്ടം. മിസ്റ്റർ ഷെല്ലി മാത്യുവിൻ്റെ ഇഷ്ടം. ഞാൻ ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ ഇപ്പോൾ തന്നെ തരാം. നിങ്ങൾ എന്നാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. ഇൻ്റർവ്യൂ കഴിയണ്ടേ? അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടണ്ടേ? CM അങ്കിള് ഇൻ്റർവ്യൂ നടത്തി സെലക്ട് ചെയ്ത ആളല്ലേ? ഇനി യാതൊന്നും വേണ്ട. എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എനിക്ക് കാണണ്ട. അതൊക്കെ പെട്ടിയിൽ തന്നെ വെച്ചേക്കൂ. അപ്പോയിൻമെൻ്റ് ഓർഡർ നാളെ കാലത്ത് തരും. സൗകര്യമുണ്ടെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്യാം. എനിക്ക് സൗകര്യക്കുറവൊന്നുമില്ല. മുമ്പ് ഏതെങ്കിലും എസ്റ്റേറ്റിൽ വർക്ക് ചെയ്ത് പരിചയമുണ്ടോ? ഉണ്ട്. ഒരു എസ്റ്റേറ്റിൽ 2 വർഷം ഞാൻ മാനേജറായിട്ട് ജോലി ചെയ്തിരുന്നു. ഓഹോ, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാലോ? ഏറെക്കുറെ. ചായ വന്നു. പരിചാരക 2 പേർക്കും ചായക്കപ്പുകൾ നൽകി. അവരത് മൊത്തിക്കുടിച്ചുകൊണ്ട് ഏതാനും നിമിഷം മൗനമായിരുന്നു. ഇവിടുത്തെ ചുറ്റുപാടുകൾ CM അങ്കിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. കുറേയൊക്കെ. നിർമ്മല ക്വാർട്ടേഴ്സിൻ്റെ താക്കോലെടുത്തു കൊടുത്തു. ഇപ്പോൾ മുതൽ താമസം ആരംഭിച്ചോളൂ. വീട് ഗേറ്റ് കീപ്പർ കാട്ടിത്തരും. പൗലോ അയാളെ ക്വാർട്ടേഴ്സിലേക്ക് നയിച്ചു. ക്വാർട്ടേഴ്സ് സെല്ലിക്ക് ഇഷ്ടമായി. 2 ബെഡ്റൂം, ഡ്രസ്സിംഗ് റൂം, കിച്ചൺ, സിറ്റൗട്ട് തുടങ്ങി വേണ്ടത്ര സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 2 പരിചാരകരെയും നിർമ്മല ഏർപ്പാടാക്കിയിരുന്നു. വൈകുന്നേരം നടക്കാനിറങ്ങിയ ഷെല്ലി ചുറ്റുപാടുകളെക്കുറിച്ച് ഒരവലോകനം നടത്തി. രാത്രിയിൽ ക്വാർട്ടേഴ്സിൽ അയാൾ തനിച്ചായി. പരിചാരകർ സന്ധ്യയോടെ പോയി കഴിഞ്ഞിരുന്നു. അർദ്ധരാത്രി നേരത്ത് ആരോ വാതിൽ മുട്ടുന്ന കേട്ട് ഷെല്ലി എഴുന്നേറ്റു. വാതിൽ തുറന്നതും മുഖമടച്ച് ഒരു പ്രഹരമേറ്റു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ താഴെ വീണുപോയ ഷെല്ലി പതുക്കെ എഴുന്നേറ്റു. കത്തിക്കാളുന്ന തീവട്ടികളും കയ്യിലേന്തി ഒരു പറ്റം ഗുണ്ടകൾ തന്നെ വളഞ്ഞിരിക്കുന്നത് അയാൾ കണ്ടു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.